നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളിൽ ഉപ്പുകൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ഉപ്പിൻ്റെ 2 ഗുണങ്ങളുണ്ട്. ഒന്ന് സംരക്ഷണം നൽകുക, 2 സ്വാദ് നൽകുക. ഇത് തന്നെയാണ് ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ. ഒന്ന്, വിശ്വാസ ജീവിതത്തിൽ ജീർണതകൾ ഉണ്ടാകാതിരിക്കാൻ സംരക്ഷണമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണം. ഈ ഉപ്പിനെ പോലെ തന്നെ ഉപ്പ് അത് ചീത്തയാകാതിരിക്കാൻ വേണ്ടി ഉപ്പ് ഉപയോഗിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സംരക്ഷണം നൽകുന്ന വ്യക്തികളായിട്ട് മാറണം എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അത് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുക സംരക്ഷണം നൽകുക എന്നുള്ളതല്ല, അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ കുറച്ച് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴേക്കും, ആരെങ്കിലുമൊക്കെ ദേവാലയത്തിൽ പോകുന്നത് കാണുമ്പോഴേക്കും അവരെ നമ്മൾ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് നമ്മൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തും. വലിയ പ്രാർത്ഥനക്കാരി, വലിയ ദേവാലയത്തിൽ പോകുന്ന വിശ്വാസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കാറുണ്ട്. അങ്ങനെ കളിയാക്കി നമ്മൾ സംരക്ഷണമല്ല നൽകുന്നത്, ദൈവത്തിൽ നകറ്റുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് സ്വാദ് നൽകുക എന്നുള്ളതാണ്. നിന്റെ ഉള്ളിൽ ദൈവാംശം ഉണ്ടാകുമ്പോഴാണ് ദൈവിക ഗുണങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക. നിന്റെ അരികിൽ വരുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കുക. അല്ലെങ്കിൽ നമ്മുടെ അരികിൽ വരുന്നവർക്ക് ആശ്വാസമല്ല, നമ്മുടെ അരികിൽ ആരും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടാകും, ഓടിപ്പോവുകയേ ചെയ്യാം. ആരെങ്കിലും എൻ്റെ അരികിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കച്ച, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക സിസ്റ്ററെ, ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും അവരുടെ രഹസ്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു ദൈവാംശം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ആരും വരില്ലെന്നേ. നമ്മൾ എത്ര ഇങ്ങനെ ജീവിച്ചാലും നമ്മുടെ അടുത്ത് ഒരു രഹസ്യം പറയാൻ പറ്റില്ല. നീ ആരുടെയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കാര്യം ഉണ്ടാകില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്വാദ് നിനക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ 2 ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ, വിശ്വാസിയായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നീ ഒരു ഉപ്പായിട്ട് മാറാൻ സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം.